എന്താ മോൾക്ക് വിഷമം? പരീക്ഷയില് മാർക്ക് കുറഞ്ഞോണ്ടാണോ? എന്താ കാര്യം? ഒന്നും പറയണ്ട ടീച്ചറെ. മാളൂന് പരീക്ഷയിൽ മാർക്ക് തീരെ കുറവാണ്. അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആഹാ, നല്ല കാര്യം. വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ 100% വിജയം. എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട്. 100% വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ, പാഞ്ഞാൾ ആൻഡ് ചെറുതുരുത്തി. തായമ്പകയിലെ ആദ്യ ദമ്പതിമാർ എന്ന ലിങ്ക് ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2015 അംഗീകാരം ലഭിച്ചു. കലാമണ്ഡലം ഹരീഷ് മാരാർ, സഹധർമ്മിണി ഡോക്ടർ നന്ദിനി വർമ്മയും 4 പത്മശ്രീ അവാർഡ് ലഭിച്ചവരുടെ മുന്നിൽ കലാമണ്ഡലത്തിൽ ഡബിൾ തായമ്പക അവതരിപ്പിച്ച സന്തോഷത്തിലാണ് ഈ ദമ്പതിമാർ. തായമ്പകയിലെ ആദ്യ ദമ്പതിമാർ എന്ന ലിങ്ക് ബുക്ക് ഓഫ് റെക്കോർഡ് 2015 അംഗീകാരം ലഭിച്ച കലാമണ്ഡലം ഹരീഷ് മാരാർ, സഹധർമ്മിണി ഡോക്ടർ നന്ദിനി വർമ്മയും 4 പത്മശ്രീ അവാർഡ് ലഭിച്ചവരുടെ മുന്നിൽ കലാമണ്ഡലത്തിൽ ഡബിൾ തായമ്പക അവതരിപ്പിച്ച സന്തോഷത്തിലാണ്. തുള്ളൽ കലാകാരനായ കലാമണ്ഡലം മോഹനകൃഷ്ണന്റെ ധന്യമോഹനം ആദരിക്കൽ ചടങ്ങിലാണ് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് ഈ ദമ്പതിമാർ പത്മശ്രീ അംഗീകാരങ്ങൾ ലഭിച്ച ഡോക്ടർ കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം ശിവൻ നമ്പൂതിരി പെരുവനം, കുട്ടന്മാര രാമചന്ദ്രൻ പുലർ എന്നിവർ അടങ്ങുന്ന അപൂർവ പ്രതിഭകളുടെ മുന്നിൽ ഇരട്ട തായമ്പക അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത്. തായമ്പകയ്ക്ക് മുന്നേ ഈ 4 പേരുടെ അനുഗ്രഹം വാങ്ങിക്കുകയും ഗോപി ആശാൻ ഓണപ്പുടവ നൽകിയുമാണ് ഇവരെ ആശീർവദിച്ച സ്റ്റേജിലേക്ക് അയച്ചത്. പിന്നീട് അങ്ങോട്ട് ഇവരുടെ മാന്ത്രിക കൈകൾ കൊണ്ട് ചെണ്ടകളിൽ താളമിട്ടപ്പോൾ കണ്ടുനിന്ന 100 കണക്കിന് പ്രേക്ഷകർ ഒന്നടങ്കം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. കലാമണ്ഡലം ഹരീഷ് മാരാർ പഞ്ചവാദി കുലപതി അന്നമനട പരമേശ്വര മാരാരുടെ മകനാണ്. കലയുടെ ആദ്യ പാഠം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ കീഴിൽ, തുടർ പഠനം കേരള കലാമണ്ഡലത്തിൽ. തായമ്പക തുടർ പഠനം പൂക്കാട്ടിരി ദിവാകര പൊതുവാളുടെയും കല്ലൂർ രാമൻകുട്ടി മാരാരുടെയും കീഴിൽ. തുടർന്ന് കഥകളി ചെണ്ടയിൽ MA എടുത്ത ശേഷം കേരള കലാമണ്ഡലത്തിലും തൃപ്പൂണിത്തറ RLV കോളേജിലും അധ്യാപകനായി ജോലി ചെയ്തു. ഇപ്പോൾ കേരള കലാമണ്ഡലത്തിൽ കഥകളി ചെണ്ട വിഭാഗം മേധാവിയായി പ്രവർത്തിക്കുന്നു. സഹധർമ്മിണി ഡോക്ടർ നന്ദിനി വർമ്മ തൃപ്പൂണിത്തറ ഗോപികൃഷ്ണൻ തമ്പുരാന്റെ കീഴിൽ ചെണ്ട പഠനം ആരംഭിച്ചു. അരങ്ങേറ്റത്തിനു ശേഷം BAMS പഠനത്തിനായി തൃശൂരിലേക്ക് താമസം മാറി. അവിടെ ശങ്കരംകുളങ്ങര രാധാകൃഷ്ണന്റെ കീഴിൽ ചെണ്ട പഠനം തുടരുകയും തായമ്പക അവതരണ രംഗത്ത് പ്രവേശിക്കുകയും ചെയ്തു. BAMS പഠനകാലത്തു തന്നെ പോരൂർ ഉണ്ണികൃഷ്ണന്റെ കീഴിൽ തായമ്പകയുടെ തുടർ പഠനവും നടത്തി. തൃശൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിൽ നിന്ന് ആയുർവേദ ബിരുദവും അപ്പോളോയിൽ നിന്ന് അസ്ഥിരോഗ ചികിത്സയിൽ PG ഡിപ്ലോമയും നേടി. കഴിഞ്ഞ 10 വർഷമായി തൃപ്പൂണിത്തറയിൽ പാലാഴി ആയുർവേദ ചികിത്സാലയം നടത്തുന്നു. മകൾ ഗായത്രി നാരായണി, അഗ്നിവേശ് റാം എന്നിവർ അടങ്ങുന്നതാണ് കുടുംബം. 2015 തായമ്പകയിലെ ആദ്യ ദമ്പതിമാർ എന്ന ലിങ്ക് ബുക്ക് ഓഫ് റെക്കോർഡ് അംഗീകാരം ലഭിച്ചു. ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി വേദികളിൽ ഈ ദമ്പതിമാർ തായമ്പക അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും കലാമണ്ഡലത്തിലെ പോലുള്ള ഒരു കലാക്ഷേത്രത്തിൽ ഒരു തായമ്പക അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു സന്തോഷമാണെന്ന് ഹരീഷ് മാരാർ പറഞ്ഞു. നമസ്കാരം. ഞങ്ങൾ തായമ്പകയിലെ ആദ്യത്തെ ദമ്പതികളാണ്, കപ്പിളാണ്. നമുക്ക് അതിൻ്റെ ലിങ്ക് ബുക്ക് ഓഫ് റെക്കോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലോകത്തിൽ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയ മഹത്തായ ഈ കൂത്തമ്പലത്തിൽ 3 പത്മശ്രീകളുടെ സാന്നിധ്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു തായമ്പക ഇത്ര നല്ലൊരു വേദിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അതാണ് ഞങ്ങളുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൻ്റെ പ്രചോദനം. ന്യൂസ് ഡെസ്ക് CCV.